എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? Just show me thumbs up. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ ഫൈൻ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? സ്റ്റോറി നമ്മൾ ചുൻമുൻ എന്ന് പറഞ്ഞ ബേർഡ്. യെസ് ഇഷാൻ. മിസ് ഇപ്പൊ IT അല്ലേ, ഇപ്പൊ ഹിന്ദി എടുക്കുന്നത്? നമുക്ക് ഹിന്ദി അല്ലേ, ഇന്ന് മൺഡേ അല്ലേ? മൺഡേ നാളെയാണ് IT വരിക കേട്ടോ. നാളെയാണ് IT വരിക. ഓക്കെ, ട്യൂസ്ഡേ. ചുൻമുൻ എന്ന് പറഞ്ഞ ബേർഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? Can anyone tell me? നമ്മൾ എന്താ പഠിച്ചത് ഇതിനകത്ത്? ആരാ എനിക്കൊന്ന് പറഞ്ഞു തരുന്നേ? എല്ലാരും മറന്നിരിക്കായിരിക്കും, കാരണം 2 ആഴ്ചയായി, ഗ്യാപ്പായി. യെസ് അർജുൻ, ടെൽ മീ. യെസ് ടെൽ മീ. എന്താ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? ചുൻമുന്നിനെ കുറിച്ച്. ചുൻമുൻ എന്താ അവിടെ ചെയ്തോണ്ടിരുന്നേ? What was her problem? What was bothering her? അത് ട്രീനെ ആരാണ് ഇളക്കുന്നത് നോക്കാണ്. ട്രീയുടെ ലീവ്സിന് അല്ലെ, ട്രീയുടെ ഇലകളെ. സോ ചുൻമുന് എന്താണ്? നോക്കാൻ. ചുൻമുന്റെ മനസ്സിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് ചുൻമുൻ? ഷി വാസ് ഇൻ ടെൻഷൻ. എന്തായിരുന്നു ചുൻമുന്റെ ടെൻഷൻ? ഈ നമ്മളുടെ ട്രീസിന്റെ ഇലകളെയൊക്കെ ആരാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? കബി പത്തെ जोर जोर से हिलने लगते हैं तो कभी इतने शांत हो जाते हैं मानो किसी ने डांट दिया हो. ये सब कैसे हो जाता है? സോ ചുൻമുൻ എന്താണ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്? ഈ മരത്തിന്റെ ഇലകളെയൊക്കെ ആരാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവളുടെ ചിന്ത. ഓക്കെ, സോ ആ ഒരു പാരഗ്രാഫ് ആണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് പാര മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് നോക്കാം. एक दिन चुनमुन ने सोचा कि आज वह पता लगा कर रहेगी आखिर कौन इन पत्तों को हिलाता है. वह पेड़ के गोल गोल चक्कर काटने लगी. സോ ഒരു ദിവസം ചുൻമുൻ വിചാരിച്ചു, ഇന്ന് ഞാൻ. യെസ് ഫാത്തിമ, എന്ത് പറ്റി? ഫുള്ളും അതെ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ലല്ലോ, അതിനാണ് ഞാൻ മീനിങ് അയച്ചത്. എക്സ്പ്ലനേഷൻ ചെയ്തില്ലല്ലോ. പഠിപ്പിച്ചോ ഫാത്തിമ? പഠിപ്പിച്ചോ? ഞാൻ പഠിപ്പിച്ചോ? ചാപ്റ്റർ പഠിപ്പിച്ചോ? അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഒരു ദിവസം ചുൻമുൻ വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ആജ് മേ പതാ ലഗാ കർ രഹേഗി. ഇന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. എന്താണ് അറിയൂന്ന് പറഞ്ഞത്? കി ഇൻ പത്തോं को कौन हिलाता है. ഓക്കെ, ആജ് ഐ വിൽ നോ, ഐ വിൽ let know, sorry, I will search and find out who is shaking these leaves. Okay, എന്താണ് ചുൻമുൻ ഒരു ദിവസം വിചാരിച്ചു, ഞാൻ ഇന്ന് അറിഞ്ഞിട്ട് തന്നെയുള്ള കാര്യം, ആരാണ് ഈ ട്രീസിന്റെ ഇലകളെ ഇളക്കുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? വഹ പേട് കെ ഗോൾ ഗോൾ ചക്കർ കാട്ട്നെ ലഗി. സോ എന്ത് ചെയ്തു? ചുൻമുന് ആ മരത്തിന്റെ ചുറ്റിനും ഗോൾ ഗോൾ ചക്കർ കാട്ട്നെ ലഗി എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. ആ മരത്തിനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നോക്കുകയാണ്, ഈ ആരാണ് ഈ മരത്തിന്റെ ഇലകളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയാണ് അവള്. ഓക്കെ, സോ ഉസേ ഏസാ കർത്തേ ദേഖ് पेड़ पर बैठी नटखट गिलहरी ने पूछा, चुनमुन तुम ऐसे चक्कर क्यों काट रही हो. സോ അവൾ ഇങ്ങനെ ഈ മരത്തിന്റെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ആ മരത്തിൽ ഉണ്ടായിരുന്ന നട്ട്കട്ട് ഗിൽഹരി. നട്ട്കട്ട് മീൻസ് വികൃതിയായിട്ടുള്ള, മിസ്ചീഫ്. ഓക്കെ, കുസൃതിയായിട്ടുള്ള ഒരു ഗിൽഹരി, ഒരു സ്ക്വിറൽ, ഒരു അണ്ണാൻ ആ മരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
ആ അണ്ണാൻ നമ്മളുടെ ചുൻമുനോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ മരത്തിനെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ചുൻമുന്നെ घूमते घूमते कहा, मैं देखना चाहती हूँ कि इन पत्तों को कौन हिला रहा है. സോ ചുൻമുൻ എന്ത് മറുപടി പറഞ്ഞു അണ്ണാനോട്? ഞാൻ നോക്കുകയായിരുന്നു ഈ മരത്തിന്റെ ഇലകളെ ആരാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവള് മറുപടി പറഞ്ഞത്. अरे चुनमुन, ये पत्ते तो हवा से हिल रहे हैं. देखो पत्तों के झूमने से हवा कितनी ठंडी लग रही है, नटखट गिलहरी ने कहा. സോ ഇത് കേട്ടപ്പോൾ നമ്മളുടെ അണ്ണാൻ എന്താ മറുപടി പറഞ്ഞത്? ഈ മരത്തിന്റെ ഇലകളെ ഹവാ ഹിലാ രഹാ ഹേ. ഹവ മത്ലബ് കാറ്റ്. കാറ്റ് മൂലമാണ് ഈ മരത്തിന്റെ ഇലകൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്, ആടിക്കൊണ്ടിരിക്കുന്നത്. പത്തോं के झूमने से हवा कितनी ठंडा लग रहा है, ठंडी लग रही है. സോ ഈ മരത്തിന്റെ ഇലകൾ ഇങ്ങനെ ഇളകുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ എന്താണ്, എന്തൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളെ മരത്തിന്റെ അടിയിൽ പോയി നിന്നാൽ നമുക്കറിയാം അല്ലെ, കാറ്റടിക്കുമ്പോൾ നല്ലവണ്ണം മരത്തിന്റെ ഇലകൾ ആടും. ആ സമയത്ത് നമ്മൾ മരത്തിന്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുത്ത കാറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യും അല്ലെ. ठंडी हवा, ठंडी लग रही है मतलब എന്താണ്, തണുപ്പ് തോന്നുകയാണ്. ഓക്കെ, സോ ഈ മരത്തിനെ ആരാണ് ഇളക്കുന്നതാണ് നമ്മളുടെ അണ്ണാൻ പറഞ്ഞു കൊടുത്തത്. മരത്തിനെ ഇളക്കുന്നത് ആരാണ്? ഹവാ. ഹവാ മത്ലബ് കാറ്റ്. ഓക്കെ, കാറ്റ് മൂലമാണ് ഈ മരത്തിന്റെ ഇലകൾ ഇളകി ആടുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും? സ്റ്റോറി മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ്, चुनमुन समझ गई कि पत्तों को हवा हिलाती है. यह जानकर वह बहुत खुश हुई और खुशी से आगे उड़ चली. सो चुनमुन समझ गई എന്ന് പറഞ്ഞാൽ മനസ്സിലായി. She understood कि this trees leaves are എന്താണ്, ലീഫിനെ എന്താണ്, ആരാണ് ഇളക്കുന്നത്? are shaken by the wind. Okay, so wind ആണ് അല്ലെങ്കിൽ കാറ്റാണ് ഈ മരത്തിന്റെ ഇലകളെ ഇളക്കുന്നത് എന്ന് നമ്മളുടെ ചുൻമുന് ഷീ അണ്ടർസ്റ്റുഡ്. ചുൻമുന് മനസ്സിലായി. സമജ് ഗൈ മത്ലബ് അണ്ടർസ്റ്റുഡ്, മനസ്സിലായി. അർത്ഥങ്ങളൊക്കെ ഞാൻ ഓൾറെഡി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുക. ഇവിടെ എന്താണ് ടെക്സ്റ്റ് നമ്മുടെ സ്റ്റോറി എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സോ യഹ് ജാൻകർ വഹ് ബഹുത് ഖുശ് ഹുയി और खुशी से आगे उड़ चली. സോ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി മരത്തിന്റെ ഇലകളെ കാറ്റാണ് ഇളക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മളുടെ ചുൻമുൻ അവിടെ നിന്ന് സന്തോഷത്തോടെ പറന്നു പോയി. ഉടുചലി മത്ലബ് ഷീ ഫ്ലൂ എവേ എന്ന് പറഞ്ഞാൽ അവൾ അവിടുന്ന് പറന്നു പോയി. ഉടന മത്ലബ് പറക്കുക. ഓക്കെ, ഉടുചലി മത്ലബ് പറന്നു പോയി. ഓക്കെ, then നെക്സ്റ്റ് നോക്കിക്കേ. ഉടുത്തെ ഉടുത്തെ ചുൻമുൻ ഏക് ബാഗ് മേ ജാ പഹുഞ്ചി. സോ പറന്ന് അവിടെ നിന്ന് പറന്ന് അടുത്തത് എവിടെയാണ് എത്തിയത്? ഏക് ബാഗ് മേ ജാ പഹുഞ്ചി. ബാഗ് മത്ലബ്, ബാഗിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ എഴുതിയത്? ഹിന, എന്താണ് എഴുതിയത് ബാഗിന്റെ അർത്ഥം? അൺമ്യൂട്ട് ചെയ്യൂ. എഴുതിയോ? നോ, ഗ്രൂപ്പില് വേർഡ് മീനിങ് എഴുതി ഇട്ടത് കണ്ടായിരുന്നോ ഹിന? ഇതെന്താ എഴുതാഞ്ഞേ? എന്താണ്, ഒരെണ്ണം പോലെ എഴുതിയില്ലേ? കുറച്ച് എഴുതിയിട്ടുണ്ട്. എഴുതി ഒരാഴ്ചയായിട്ട് കുറച്ച് എഴുതാനേ സാധിച്ചുള്ളൂ, അങ്ങനെയാണോ? എത്ര പേര് അർത്ഥം മുഴുവൻ എഴുതിയെടുത്തു? ഗ്രൂപ്പിലിട്ട അർത്ഥം മുഴുവൻ എഴുതിയെടുത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും എഴുതിയിട്ടുണ്ട്. കുറച്ച് പേര് എഴുതിയിട്ടില്ല. എഴുതാത്തവർ ഗ്രൂപ്പില് മെസ്സേജ് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, നിങ്ങളോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് 7 days വരെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എഴുതിയെടുക്കുക. അതിനുശേഷം ഗ്രൂപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോകും.
ഓക്കെ, 7 days is more than enough. 7 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിലധികമാണ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ? ഓക്കെ, ഫൈൻ. ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡൻ. യെസ്, ഫഹിസ്. ഓക്കെ, ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു അവിടുന്ന് ആ മരത്തിന്റെ അവിടുന്ന് പറന്നു പോയിട്ട്, എല്ലാവരും ഹാൻഡിൽ ഓവർ ചെയ്ത് കേട്ടോ. മരത്തിൽ നിന്ന് പറന്നു പോയിട്ട് അവൾ അടുത്തത് എവിടെ എത്തി? ഒരു ഗാർഡനിൽ എത്തി, ഒരു തോട്ടത്തിലെത്തി, ഒരു പൂന്തോട്ടത്തിലെത്തി. സോ അവിടെ എന്താണ് സംഭവിച്ചത്? ബാഗ് മേ ചുൻമുൻ കോ കുച്ച് ആവാസ് സുനായി ദി. So after reaching garden, she heard some sound. ആവാസ് മത്ലബ് ശബ്ദം. ശബ്ദം അവിടെ നിന്ന് കേട്ടു. ഓക്കെ, എന്താണ് അവിടെ നിന്ന് ശബ്ദം കേട്ടത്? ബച്ചാओ ബച്ചാओ. ബച്ചാओ ബച്ചാओ മത്ലബ് എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, സേവ് മീ എന്ന് പറഞ്ഞ ആരോ പറയുന്ന ഒച്ച അവിടുന്ന് കേട്ടു. ഓക്കെ, സോ ചുൻമുൻ ने इधर उधर देखा पर उसे कोई दिखाई नहीं दिया. സോ ചുൻമുൻ 4 സൈഡിലേക്ക് നോക്കി. ഇധർ ഉധർ ദേഖ മത്ലബ് ആ ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജിൽ നിന്ന് വിട്ടുപോയ വേർഡിന്റെ മീനിങ് ആണ് ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇധർ ഉധർ ദേഖ അറിയാത്ത, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇധർ ഉധർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും നോക്കി, അവിടെയും ഇവിടെയും ചുറ്റുപാടും. നമ്മൾ 4 പാടും നോക്കുക എന്ന് പറയില്ലേ? സോ ചുറ്റുപാടും നോക്കി, കാരണം എവിടുന്നോ ഒരു സൗണ്ട് വരികയാണ്, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ചുൻമുന്നെ ഇധർ ഉധർ ദേഖ पर उसे कोई दिखाई नहीं दिया. പക്ഷെ അവൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. सो तुम कौन हो और कहां पर हो? चुनमुन ने नजर घुमाते हुए पूछा. സോ നീ ആരാണ്, നീ എവിടെയാണ്? അവള് നോക്കുമ്പോ ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്, ചുറ്റുപാടും ആരെയും കാണുന്നില്ല. അപ്പൊ ചുൻമുൻ ചോദിച്ചു, നീ ആരാണ്, നീ എവിടെയാണ്? ചുൻമുന്നെ നസർ ഘുമാത്തെ ഹുവേ പൂച്ച. നസർ ഗുമാത്തെ ഹുവേ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുറ്റുപാടും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓക്കെ, ദെൻ ഇധർ ദേഖോ ഗുലാബ് കെ പൗദേ കെ നീച്ചെ. സോ ആ എന്താണ് സൗണ്ട് കേട്ട് ആരാണ് ഒരാൾ റിപ്ലൈ ചെയ്തു. എന്താ പറഞ്ഞത്? ഇവിടെ നോക്കൂ, ഗുലാബ് കെ പൗദേ കെ നീച്ചെ. ഗുലാബ് മത്ലബ് റോസ് പ്ലാന്റ്, റോസാ ചെടിയുടെ അടിയിൽ നോക്കൂ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. पौधे के पास गिरे सूखे पत्तों के नीचे से आवाज आई. സോ പൗധ നമ്മളുടെ ചെടിയുടെ ചുറ്റിനും കുറച്ച് ഉണങ്ങിയ, സൂഖേ പത്തേ മത്ലബ് ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ കുറെ ഇലകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ നിന്നാണ് സൗണ്ട് വന്നത്. ഓക്കെ, ആരാണത്? ചുൻമുന്നെ ഏക് ഏക് കർ സൂഖേ പത്തോ കോ ഹട്ടായ. ചുൻമുൻ അപ്പൊ ഈ സൗണ്ട് കേട്ട ഭാഗത്തോട്ട് ചെന്നിട്ട്, അവിടെ ചെന്നിട്ട് ഓരോരോ ഇലകളായിട്ട് ഇങ്ങനെ പെറുക്കി പെറുക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ആരെ കണ്ടു? ഉസ്നെ ദേഖാ കി ഏക് ചീട്ടി പത്തോ കെ നീച്ചെ ദബി ഹുയി ഥി. സോ അതിന്റെ അടിയിൽ ആരെ കണ്ടു? ഒരു ഉറുമ്പ്. ചീട്ടി മത്ലബ് ഉറുമ്പ്. ഉറുമ്പ് പത്തോ കെ നീച്ചെ ദബി ഹുയി ഹേ. സോ ഉറുമ്പ് നമ്മളുടെ ഈ ഉണങ്ങിയ ഇലകളുടെ അടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ഉറുമ്പാണ് അവിടെ നിന്ന് പറഞ്ഞത്, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ എവിടെയാണ്? ആ റോസ് പ്ലാന്റിന്റെ അടിയിൽ കുറെ ഉണങ്ങിയ ഇലകൾ ഉണ്ടായിരുന്നു. ആ ഉണങ്ങിയ ഇലകളുടെ അടിയിൽ ഇങ്ങനെ അമർന്നിരിക്കുകയായിരുന്നു ആര്? നമ്മളുടെ ഉറുമ്പ്. സോ ഉറുമ്പാണ് പറഞ്ഞത്, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞത്. ഓക്കെ, सो चुनमुन ने पूछा, तुम ठीक तो हो? इतनी तेज क्यों चिल्ला रही थी? सो ചുൻമുൻ ചോദിച്ചു, നീ ഓക്കെ ആണോ? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്തിനാണ് ഇത്രയും സൗണ്ട് എടുത്തിട്ട് അലറിക്കൊണ്ടിരുന്നത്? ചില്ലാന മത്ലബ് അലറുക, ഉച്ചത്തിൽ നമ്മളെ സൗണ്ട് കൂട്ടി സംസാരിക്കില്ലേ, അതിനാണ് ചില്ലാന എന്ന് പറയുക. ഓക്കെ, സോ ചില്ലാ രഹി ഥി, ക്യൂ ചില്ലാ രഹി ഥി, എന്തിനാണ് ഇവിടെ കിടന്ന് അലറിക്കൊണ്ടിരുന്നത്? ക്യൂ ചില്ലാ രഹി ഥി. ഓക്കെ, നോട്ടിൽ എന്താണ് ടെക്സ്റ്റിൽ എഴുതാത്ത അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യൂ കേട്ടോ. ഞാൻ അയച്ചതിനകത്ത് ഇല്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. ക്യൂ ചില്ലാ രഹി ഥി, എന്തിനാണ് ഉച്ച വെച്ചത്? ഓക്കെ, സോ ഉറുമ്പിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഒച്ച വെച്ചത്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മളുടെ ചുൻമുൻ ചോദിക്കുകയാണ്. സോ ചീട്ടിനെ ചുൻമുൻ കോ ധന്യവാദ് ദേത്തെ ഹുവേ കഹാ. സോ ചീട്ടി എന്താണ് നമ്മളുടെ ചുൻമുന് ധന്യവാദ് ദേത്തെ ഹുവേ കഹാ. ധന്യവാദ് ദേന മത്ലബ് താങ്ക്സ് പറയുക, നന്ദി പറയുക. എന്തിനാണ്? അവള്
ചീട്ടി നമ്മളുടെ ചീട്ടി ഉണങ്ങിയ ഇലകളുടെ അടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. നമ്മളുടെ ചുൻമൻ ഇങ്ങോട്ട് വന്നിട്ട് ഓരോന്ന് ഇലകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി അതിനെ മാറ്റി അതിന്റെ അടിയിൽ നിന്ന് അതിനെ രക്ഷിച്ചു. ഓക്കെ, സോ അതിന് നമ്മളുടെ ഉറുമ്പ് ധന്യവാദ് ദിയ. ധന്യവാദ് ദിയ മത്ലബ് നന്ദി പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു. ഓക്കെ, ഹാ അബ് മേ ഠീക് ഹൂ. ഞാൻ ഇപ്പോൾ ഓക്കെ ആണ്. പത്തോ കെ നീച്ചെ മേരാ ദം ഘുട്ട് രഹാ ഥാ. സോ ഈ ഉണങ്ങിയ ഇലകളുടെ അടിയിൽ അമർന്നു പോയത് കൊണ്ട് എനിക്ക് ദം ഘുട്ട് രഹാ ഥാ, ഐ വാസ് ഫീലിംഗ് സഫക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. കാരണം ഈ പത്തയുടെ എന്താണ് ഉണങ്ങിയ ഇലകളുടെ അടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. സോ എനിക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. ദം ഘുട്ടന മത്ലബ് ശ്വാസം മുട്ടുക. ഓക്കെ, സോ मेरे ऊपर सूखे पत्ते गिर जाने से मुझे हवा नहीं मिल रही थी, जिसके कारण मैं सांस नहीं ले पा रही थी. സോ നമ്മളുടെ ഉറുമ്പ് എന്ത് പറഞ്ഞു? എന്തുകൊണ്ടാണ് ശ്വാസം മുട്ടിയത്? എന്റെ മുകളിൽ, മേരെ ഊപ്പർ മത്ലബ് എന്റെ മുകളിൽ എന്താ സംഭവിച്ചത്? സൂഖേ പത്തേ ഗിരേ ജാനേ സേ, ഉണങ്ങിയ ഇലകൾ എന്റെ പുറത്ത് വീണത് കൊണ്ട് എനിക്ക് ഹവാ നഹി മിൽ രഹി ഥി, എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഉണങ്ങിയ ഇലകൾ അതിന്റെ പുറത്ത് വീണ് അതിന്റെ അടിയിലായിപ്പോയി നമ്മളുടെ ഉറുമ്പ്. സോ അതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. സാസ് നഹി ലേ പാ രഹി ഥി മത്ലബ് സാസ് മത്ലബ് ശ്വാസം, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ ഏതിന്റെങ്കിലും അടിയിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും അല്ലേ? സോ അതാണ് ഇവിടെ നമ്മളുടെ ഉറുമ്പിനും സംഭവിച്ചത്. ഉണങ്ങിയ ഇലകളുടെ അടിയിലായിപ്പോയി, അതുകൊണ്ട് അതിന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. സാസ് നഹി ലേ പാ രഹി ഥി മത്ലബ് ഐ വാസ് നോട്ട് ഏബിൾ ടു ബ്രീത്ത്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് ഉറുമ്പ് മറുപടി പറഞ്ഞു. ഓക്കെ, ദെൻ അച്ഛാ മേ അബ് ചൽത്തി ഹൂ അപ്നാ ഖയാൽ റഖ്ന. സോ ചുൻമിൻ പറഞ്ഞു, ശരി ഞാൻ ഇപ്പോൾ പോവുകയാണ്. അപ്നാ ഖയാൽ റഖ്ന. ഖയാൽ റഖ്ന മത്ലബ് യു ടേക്ക് കെയർ എന്ന് നമ്മൾ പറയില്ലേ? ഓക്കെ, നിങ്ങള് ശ്രദ്ധയോടെ ഇരിക്കൂ അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കൂ എന്നൊക്കെ നമ്മള് ഒരാളെ കണ്ടിട്ട് പോകാൻ നേരം പറയില്ലേ? ഓക്കെ ബൈ, ടേക്ക് കെയർ എന്നൊക്കെ പറയില്ലേ? അതാണ് ഖയാൽ റഖ്ന. സോ അപ്നാ ധ്യാൻ റഖ്ന അല്ലെങ്കിൽ ഖയാൽ റഖ്ന, നിങ്ങള് സൂക്ഷിച്ചിരിക്കൂ അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യൂ. ഓക്കെ, യഹ് കഹത്തെ ഹുവേ ചുൻമുൻ ആകെ ബഡ്ചലി. സോ നമ്മളുടെ പൂന്തോട്ടത്തിലുള്ള ഉറുമ്പുമായിട്ട് സംസാരിച്ച് അതിനെ രക്ഷിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും നമ്മളുടെ ചുൻമുൻ എന്താണ് പറന്നു പോയി. ഇപ്പൊ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അവിടുന്ന് ഒരു എന്താണ് അവൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി, ഈ മരങ്ങളുടെ ഇലകളെ ആരാണ് ഇളക്കുന്നത്? അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന ഒരു അണ്ണാൻ ചുൻമുന് പറഞ്ഞു കൊടുത്തു, മരങ്ങളുടെ ഇലകളെ നമ്മളുടെ കാറ്റാണ് ഇളക്കുന്നത്. അതുപോലെ അവിടെ നിന്ന് പറന്ന് പൂന്തോട്ടത്തിൽ എത്തിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ കുറെ ഉണങ്ങിയ ഇലകളുടെ അടിയിൽ ഒരു ഉറുമ്പ് അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മളുടെ ചുൻമുൻ അവിടെ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ചുൻമുന് എന്താണ് നമ്മളുടെ ഉറുമ്പ് താങ്ക്സ് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നമ്മളുടെ ചുൻമുൻ അവിടെ നിന്നും പറന്നു പോയി, അടുത്ത സ്ഥലത്തിലേക്ക് പോയി. അടുത്ത എങ്ങോട്ടാണ് പോയത്? ചുൻമുൻ സോച്ചനെ ലഗേ कि हवा हमारे लिए बहुत जरूरी है. സോ അങ്ങോട്ട് അടുത്ത സ്ഥലത്തേക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചുൻമുന്റെ മനസ്സിൽ എന്താണ് ഓടിക്കൊണ്ടിരുന്നത്? ചുൻമുൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കി ഹവ ഹമാരെ ലിയെ ബഹുത് ജറൂരി ഹെ. ഈ ഹവ എന്താണ് നമ്മളുടെ എയർ അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ കാറ്റ്, ഇതൊക്കെ നമ്മൾക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. അവളിപ്പോ രണ്ട് ഇൻസിഡന്റ് കണ്ടു അല്ലെ? ഹവ അല്ലെങ്കിൽ എയറിന്റെ അല്ലെങ്കിൽ കാറ്റിന്റെ ഉപയോഗം രണ്ടെണ്ണം നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ അതൊക്കെ കണ്ടിട്ട് അവളുടെ മനസ്സിൽ ഇതാണ് ചിന്ത, ഈ ഹവ എന്ന് പറയുന്നത്, ഹവ മത്ലബ് എയർ, വായു അല്ലെങ്കിൽ കാറ്റ്. ഓക്കെ, ഇത് നമ്മൾക്ക് വളരെയധികം ആവശ്യമുള്ള സാധനമാണ്. ജറൂരി ചീസ് മത്ലബ് നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. ജറൂരി മത്ലബ് ഉപയോഗപ്രദമായിട്ടുള്ളത്. ഓക്കെ, ദെൻ धीरे धीरे सूरज ऊपर चढ़ने लगा था. सो धीरे धीरे सूरज ऊपर चढ़ने लगा मतलब ഉച്ച സമയമായി. ഉച്ച സമയം ആകുമ്പോഴാണ് നമ്മുടെ സൂര്യൻ നേരെ മുകളിലേക്ക് വരിക അല്ലെ? സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരും. രാവിലെ ആകുമ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ താഴെയായിരിക്കും, അതിനുശേഷം ഉച്ചയാകുമ്പോൾ മുകളിലേക്ക് ഉയർന്നു ഇങ്ങനെ വരും അല്ലെ? അപ്പൊ എന്താണ്, നമ്മൾക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും അല്ലെ? സോ ധീരെ ധീരെ സൂരജ് ഊപ്പർ ചടനേ ലഗ. ഊപ്പർ ചടനേ ലഗ മത്ലബ് ഉയർന്നുകൊണ്ടിരുന്നു. അതിന്റെ അർത്ഥം
ഉച്ച സമയമായി. ഓക്കെ, സോ ഉച്ച സമയമായപ്പോൾ എന്താണ് സംഭവിച്ചത്? മുജെ ബഹുത് പ്യാസ് ലഗ് രഹി ഹേ. പ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം, എനിക്ക് ഭയങ്കര ദാഹിക്കുന്നു. ഉച്ച സമയമായി, ഭയങ്കര ചൂട് മടിക്കുന്നു. ഐ ഫീൽ വെരി തേഴ്സ്റ്റി. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ചുൻമുന്നെ മൻഹി മൻ കഹ. സോ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നല്ലോ. ഓക്കെ, സോ അപ്പൊ എന്താണ് കണ്ടത്? പാസ് ഹി ബെഹത്ത ഝർണ ദേഖ് കർ ചുൻമുൻ ഖുഷി സെ ചില്ലായി. അപ്പൊ പെട്ടെന്ന് അവള് നോക്കിയപ്പോൾ പാസ് ഹി ബെഹത്ത, ബെഹത്ത ഝർണ, ഝർണ മത്ലബ് അരുവി, ബെഹത്ത മത്ലബ് ഒഴുകുക. സോ അടുത്ത് തന്നെ നോക്കിയപ്പോൾ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നത് അവള് കണ്ടു. അത് കണ്ടപ്പോൾ ചുൻമുന് വളരെയധികം സന്തോഷമായി. മിൽ ഗയാ പാനി, വെള്ളം കിട്ടി എന്ന് അവള് സന്തോഷത്തോടെ പറഞ്ഞു. ഓർ ഝർണെ കെ പാസ് ജാ പഹുഞ്ചി, അവിടെ നിന്ന് അവള് ആ അരുവിയുടെ അടുത്തേക്ക് വേഗത്തിൽ പറന്നു ചെന്നു. ചുൻമുന്നെ ജി ഭർ കെ പാനി പിയ. സോ ചുൻമുന് ആവശ്യമുള്ള അത്രയും വെള്ളം കുടിച്ചു. ആ അരുവിയിലെ വെള്ളം അവള് ആവശ്യമുള്ള അത്രയും കുടിച്ചു. ലേക്കിൻ झरने की बौछार से वह गीली हो गई. झरന, झरന അരുവിയിൽ നിന്നുള്ള ബോച്ചാർ, ബോച്ചാർ മത്ലബ് തുള്ളികൾ, തുള്ളി വീണ് അവളുടെ ദേഹം നനഞ്ഞു. ഓക്കെ, തുള്ളികൾ അവളുടെ പുറത്തു വീണു. ബോച്ചാർ മത്ലബ് വെള്ളത്തുള്ളികൾ വീണു. ഓക്കെ, പാനിക്ക് ബൂന്തേ ഗിർന, വെള്ളത്തുള്ളികൾ പുറത്തു വീഴുക എന്നാണ് ബോച്ചാർ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, വെള്ളത്തുള്ളികൾ പുറത്തു വീണ് അവൾ നനഞ്ഞു. ഓക്കെ, വെള്ളം കുടിക്കുന്നതിന്റെ ഇടയില് അരുവിയിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ അവളുടെ പുറത്ത് വീണ് അവളുടെ ദേഹമാകം നാഗസകലം നനഞ്ഞു. അപ് മേ കേസേ ഉടൂങ്കി. സോ പക്ഷികൾക്ക് ദേഹം മുഴുവൻ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ പറക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, മേരെ പങ്ക് തോ ഗീലേ ഹോ ഗയേ. പങ്ക് മത്ലബ് ചിറക്, എന്റെ ചിറക് നനഞ്ഞു പോയല്ലോ. ചുൻമുന്നെ സോച്ച. ഓക്കെ, പക്ഷികൾക്ക് ചിറക് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ എന്റെ ചിറക് മുഴുവൻ നനഞ്ഞല്ലോ, ഇനി ഞാൻ എങ്ങനെ പറക്കും എന്ന് ചുൻമുൻ ആലോചിക്കുകയാണ്. തഭി ഝർനെ കെ പാനി മേ തേർത്തി മച്ഛലീനെ ചുൻമുൻ കോ ദേഖ ഓർ ബോലി. സോ അപ്പോൾ ആ അരുവിയിൽ കൂടെ ഒഴുകുകയായിരുന്ന, തേർന മത്ലബ് തേർത്തി, മച്ഛലി എന്ന് പറഞ്ഞാൽ എന്താണ്? തേർന മത്ലബ് നീന്തുക, മച്ഛലി മത്ലബ് ഫിഷ്. ഓക്കെ, സോ അതിലേക്കൂടെ ആ അരുവിയിൽ കൂടെ ഒരു ഫിഷ് ഒഴുകുക, എന്താണ്, നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ഫിഷ് നമ്മളുടെ ചുൻമുനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ചുൻമുൻ അപ്പനെ പങ്കോ കോ തേസി സെ ഹിലാओ और कुछ देर हवा में खड़ी हो जाओ तुम सूख जाओगी. സോ എന്താണ് ഫിഷ് പറഞ്ഞത്? നീ കുറച്ച് നിന്റെ ചിറകുകൾ വളരെ വേഗം ഇളക്കൂ. ഹിലാവോ മത്ലബ് ഇളക്കൂ. നിങ്ങളുടെ അമ്മമാരൊക്കെ ചിലപ്പോ തുണികൾ അലക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മള് തുണിയൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലവണ്ണം കുടയുമ്പോ എന്താണ്, ആ കാറ്റടിക്കുമ്പോ കുറെ വെള്ളം അതിൽ നിന്ന് എന്താണ് കുറെ ഒഴുകി താഴെ വീഴും അല്ലെ? സോ അതുപോലെ ഈ ചുൻമുനോട് നമ്മളുടെ ഫിഷ് പറയാണ്, നീ നിന്റെ ചിറകുകൾ ശക്തിയായിട്ട് ഇളക്കൂ. ഇളക്കുമ്പോ എന്താ സംഭവിക്കുക? അവിടെ കാറ്റടിച്ചിട്ട് നിന്റെ ചിറകുകൾ ഉണങ്ങും എന്ന് നമ്മളുടെ ചുൻമുനോട് നമ്മളുടെ വെള്ളത്തിൽ കൂടെ നീന്തിക്കൊണ്ടിരുന്ന ഫിഷ് പറഞ്ഞു. ഓക്കെ, തും കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. നീ ഈ കാറ്റത്ത് കുറച്ചു നേരം ചിറകുകൾ നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് അവിടെ നിൽക്കൂ. നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കാറ്റടിച്ചടിച്ച് നിന്റെ ചിറക് ഉണങ്ങും എന്ന് നമ്മളുടെ ഫിഷ്, അരുവിയിൽ കൂടെ നീന്തിക്കൊണ്ടിരുന്ന ഫിഷ് നമ്മളുടെ ചുൻമുനോട് പറഞ്ഞു. ചുൻമുന്നെ ഠീക് വൈസാ ഹി കിയ. ചുൻമുൻ അതുപോലെ പറഞ്ഞതുപോലെ കേട്ടു. കുച്ച് ഹി ദേർ മേ ചുൻമുൻ സൂക്ക് ഗയി. കുറച്ചു നേരം ആ നല്ല കാറ്റിൽ അങ്ങനെ നിന്നപ്പോൾ അവളുടെ ചിറകുകൾ ഉണങ്ങി. ഖുഷ് ഹോത്തെ ഹുവേ ചുൻമുൻ ബോലി, അരെ വാ യെ ഹവാ തോ ബഡേ കാം കി ഹേ മേ ഛട്ട് സേ സൂക്ക് ഗയി. സോ ചുൻമുൻ കുറച്ചു നേരം ആ കാറ്റത്ത് ഇങ്ങനെ നിന്നപ്പോൾ അവളുടെ ചിറകുകളെല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. അവൾ എന്താ പറഞ്ഞത്? അരെ വാ യേ ഹവാ തോ ബഡേ കാം കി ഹേ.
ഈ കാറ്റുകൊണ്ട് പല വിധത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ടല്ലോ. മേ ഝട്ട് സേ സൂക്ക് ഗയി, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയല്ലോ എന്ന് അവള് സന്തോഷത്തോടെ പറഞ്ഞു. ദിൻ ഭർ കി സാരി ബാത്തേ സോച്തേ ഹുവേ ആഖിർ ചുൻമുൻ വാപ്പസ് അപ്പനെ ഘർ പഹുച്ച് ഗയി. സോ ഇങ്ങനെ ദിവസം മുഴുവനുള്ള കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ചുൻമുൻ തന്റെ വൈകുന്നേരമായപ്പോൾ ചുൻമുൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇത്രയാണ് ചുൻമുൻ കി കഹാനി. സ്റ്റോറി മനസ്സിലായോ എല്ലാവർക്കും? ഈ സ്റ്റോറിയിൽ നമ്മള് കാറ്റിന്റെ പല വിധത്തിലുള്ള ഉപയോഗങ്ങളാണ് കണ്ടത് അല്ലെ. ആദ്യം നമ്മൾ കണ്ടു മരത്തിന്റെ ഇലകളെ ആട്ടുന്നു അല്ലെ. അതാരാണ്? അതിനോട് നമ്മളുടെ മരത്തിൽ ഉണ്ടായിരുന്ന അണ്ണാൻ പറഞ്ഞു കൊടുത്തു, ഈ മരത്തിന്റെ ഇലകളെ ആട്ടുന്നത് കാറ്റ് മൂലമാണ്. അതിനുശേഷം അവിടെ നിന്ന് പറന്ന് ഒരു ഗാർഡനിലെത്തി, ഒരു പൂന്തോട്ടത്തിൽ എത്തിയപ്പോൾ അവിടെ എന്താ കണ്ടത്? ഉണങ്ങിയ ഇലകളുടെ അടിയില് നമ്മളുടെ ഒരു ഉറുമ്പ് കുടുങ്ങിക്കിടക്കുകയാണ്. അതിനവിടെ കിടന്ന് ശ്വാസം മുട്ടുകയാണ്, ശ്വാസം കിട്ടുന്നില്ല. ചുൻമുൻ അവിടെ നിന്ന് അതിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പ് പറഞ്ഞു, നീ വന്നത് നന്നായി, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. സോ ഹവ കൊണ്ട് അടുത്ത ഉപയോഗം എന്താണ്? ബ്രീതിങ്, ശ്വസിക്കുന്നത് അല്ലെ. ദെൻ അടുത്തത് എന്താ കണ്ടത്? ചുൻമുന് വെള്ളം കുടിക്കാൻ വേണ്ടി അരുവിയിൽ ചെന്നപ്പോൾ അവളുടെ ചിറക് മുഴുവൻ നനഞ്ഞു പോയി. അപ്പൊ കുറച്ചു നേരം കാറ്റത്ത് നിന്നപ്പോൾ അവളുടെ ചിറക് ഉണങ്ങി. സോ എന്താണ്? കാറ്റുകൊണ്ട് നമുക്ക് സാധനം, നമ്മുടെ തുണികളൊക്കെ നമ്മൾ വീടുകളിൽ ഉണക്കുന്നില്ലേ, അതേമാതിരി തന്നെ എന്താണ്? കാറ്റുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ഉണക്കാൻ സാധിക്കും അല്ലെ. സോ എന്താണ്? നമ്മള് ചുൻമുൻ അപ്പൊ ദിവസം മുഴുവനുള്ള കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ വൈകുന്നേരം ആയപ്പോൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സോ ദിസ് ഈസ് ചുൻമുൻ കി സ്റ്റോറി. സോ ഇതിൽ കൂടെ നമ്മള് എന്താണ്? എയറിന്റെ ഒരു 2-3 ഉപയോഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, യെസ്. സോ ഇതിന്റെ ടെക്സ്റ്റ് എക്സസൈസ് ഞാൻ ഇട്ടോളാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, കാരണം അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇന്ന് ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ നോക്കി എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും അർത്ഥങ്ങളും ഞാനൊന്ന് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ എല്ലാവരും വീട്ടിലിരുന്ന് നല്ലോണം വായിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ കുറച്ച് പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. സോ എല്ലാവരും ഈ ടെക്സ്റ്റ് വായിക്കുക, ഈ സ്റ്റോറി വായിക്കുക. ഓക്കെ, അർത്ഥം എഴുതിയെടുക്കാത്തവര് വേഗം എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ നോക്കി എഴുതിയെടുക്കുക. ഇന്നോ നാളെയും കൂടെ ഉണ്ടാവുള്ളൂ, കാരണം ഇട്ടിട്ട് തന്നെ ഒരാഴ്ചയായി. ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റഡ് ആയി പോകും കേട്ടോ. ഓക്കെ, then thank you, see you, bye bye.